നമ്മളെ കാപ്പമാരാകട്ടെ. അത് പിടിവിട്ടാൽ അവസ്ഥ എനിക്ക് അറിയാനില്ല. എന്തൊരു സങ്കടമാണെന്നറിയും. അള്ളാഹു നമ്മളെ അതുകൊണ്ടാണ് ആ സൂറത്ത് പാരായണം ചെയ്യണം. എപ്പോഴും ആയത്ത് പാരായണം ചെയ്യണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സമാധാനത്തിൽ ഉതുവെടുക്കുന്ന ഒരാളെ കണ്ട എന്തുറപ്പിച്ചോണം? ഒരു ഈമാൻ ഉണ്ടെന്ന്. ഇവിടെ ഒതുവിന്റെ കാര്യം എന്താ? മഹാനായ തങ്ങളുടെ ചരിത്രം പഠിക്കാം. എന്റെ പ്രിയപ്പെട്ട സുഫിയാൻ സൗരി തങ്ങള് ഒതുവെടുക്കാൻ നിൽക്കുമ്പോൾ നിറം മാറും. കരഞ്ഞിട്ട് ഒതുവെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കരഞ്ഞ് പേടിച്ചിട്ട് നിറം മാറിപ്പോകും. അപ്പൊ മഹാനായ സുഫിയാൻ സൗരി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഒതുവെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കരയണേ? നരകം പറയുമ്പോഴോ മരണം പറയുമ്പോഴോ കരയുന്ന പോലല്ല, ഒതുവെടുക്കുന്ന സമയത്ത് എന്തിനാ ഇത്ര കരയണേ? മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ ചോദിച്ചു, മോനെ ഒതുവെടുക്കുന്നത് എന്തിനാ? ഒതുവെടുക്കുന്നത് എന്തിനാ? ഇന്ന് മുഹറിന് ഒതുവെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒതുവെടുക്കുന്നത് എന്തിനാ? ഒതുവെടുക്കുന്നത് അള്ളാഹുവിനെ കാണാനാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാണാൻ പോയാൽ എന്ത് രസമാ സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒതുവെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മുട്ടുൾപ്പെടെ കഴിയാ മതി. കൂടെ കേറ്റി കഴുകടാ ചെറുപ്പക്കാരാ. അല്പം മുടി നനഞ്ഞാ മതി. ഒന്ന് മുകളിലേക്ക് ഒന്ന് നനച്ചാൽ അതുകൊണ്ട് നിനക്ക് പ്രയോജനമേ ഉള്ളൂ. അതുകൊണ്ട് ഒതുവെടുക്കുന്ന സമയത്ത് വല്ലാതെ സൂക്ഷ്മത പുലർത്തണേ. കാരണം പാപങ്ങൾ കഴുകിക്കളയുകയാണ്. അത് മാത്രമല്ല, ഒതുവെടുത്തിട്ട് നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കണേ. അതിലൂടെ നിങ്ങളുടെ പാപം പൊറുക്കും, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ അവസാന ദിനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്.